റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മെ ദൈവം നിയമിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. ലോകത്തോട് അനുരൂപപ്പെടരുത് എന്ന് വചനം ഓർപ്പിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം എന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എങ്ങനെ സാധ്യമാണ്? ഇതിനാവശ്യമുള്ളതെല്ലാം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം വളരേണ്ടതിന് ആവശ്യമായ എല്ലാ ടൂൾസും, അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും, അതിനാവശ്യമായ എല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. നമ്മെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനം തന്നിരിക്കുന്നു. നാം എങ്ങനെ ആകണം എന്നുള്ളത് ഒരു ഗൈഡ് ലൈനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നു. ഇത് നാം എല്ലാവരും ക്രിസ്തുവിൽ വളരേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നതാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്കുള്ള ഒരു വളർച്ച ആണെന്ന് നാം മനസ്സിലാക്കണം. അതായത് ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മിൽ എല്ലാവരിലും ഉണ്ടാകണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ്? ക്രിസ്തു നമ്മിൽ ഉരുവായി. ക്രിസ്തു നമ്മിൽ ഉരുവായി എന്നുള്ളതാണ് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്ന് വചനം പഠിപ്പിക്കുന്നു. നമ്മിൽ ഉരുവായ ക്രിസ്തു നമ്മിൽ ജീവിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് യേശു അത്രേ. യേശു നമ്മിൽ ജീവിക്കുന്ന ഒരനുഭവം. ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് എത്തുന്ന ഒരു ജീവിതം നമുക്ക് തന്നെ ബോധ്യമാകണം. ഞാനല്ല, യേശുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്, എന്നിലൂടെ യേശുവാണ് പ്രവർത്തിക്കുന്നത്, എന്നിലൂടെ യേശുവാണ് സംസാരിക്കുന്നത്. അത് നാം മാത്രമല്ല, നമ്മെ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഈ വ്യക്തിയിൽ ജീവിക്കുന്നത് യേശുവാണ്. ഫറവോൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞത്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്നുള്ളതാണ്. ജോസഫിനെ കണ്ടപ്പോൾ ഫറവോന് മനസ്സിലായി, ഇവൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ ആകുന്നു എന്നുള്ളത്. ആ വളർച്ചയിലേക്ക് നാം എത്തുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തന്നെത്താൻ ഉയർത്തുന്ന ഒരു സ്വഭാവമാണ് ആദമിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. സഹവിശ്വാസികൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും സ്നേഹിതർക്കിടയിലും തന്നെ ഉയർത്തുവാനുള്ള ആഗ്രഹം, പ്രസിദ്ധനാകണം എന്നുള്ള ആഗ്രഹം, അറിയപ്പെടുന്ന വ്യക്തി ആയി തീരണം എന്നുള്ള മോഹം, മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ, മറ്റുള്ളവരെ അവരുടെ മേൽ ആധിപത്യം നടത്തുവാനുള്ള ഒരാഗ്രഹം, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണ്. ബഹുമതി ലഭിക്കുവാനായി നല്ല നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ അവർക്ക് വിളങ്ങേണ്ടതിനു വേണ്ടി ചെയ്യുവാനുള്ള മോഹം, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. തന്നെത്താൻ ഉയർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് തടസ്സമാണ് എന്ന് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ഈ സ്വഭാവത്തിൻ്റെ മേൽ ജയം പ്രാപിച്ചിരിക്കണം.
ഞാനല്ല യേശു അത്ര എന്നെ ജീവിക്കുന്നത് എന്ന ആ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തുന്ന അനുഭവത്തിലേക്ക് നാം വരണം. ചെറിയവരാകുവാനുള്ള ആശ നമ്മളുണ്ടാകണം. പൗലൂസ് പറഞ്ഞതുപോലെ, പാപികളിൽ ഞാൻ ഒന്നാമൻ, വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. അങ്ങനെ നമ്മെ തന്നെ എണ്ണുന്ന ആ ജീവിത അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിന് തടസ്സമായ നമ്മുടെ സ്വയത്തെ ക്രൂശിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത്. സ്വർഗസ്ഥ പിതാവേ, ലോകമനുഷ്യൻ തന്നെത്താൻ ഉയർത്തുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെത്താൻ താഴ്ത്തണമെന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവർക്കും അതിനുള്ള കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടും.